ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. എല്ലാവരും കഥാസാഗരം കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഞാൻ തുടങ്ങുകയായി. കഥാസാഗരം എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നതാണ്. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെൽറ്റിക് കഥകൾ എന്ന് പറഞ്ഞ് ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കെൽറ്റിക് കഥയാണ്. അപ്പോൾ കെൽറ്റിക് കഥകൾ എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന പ്രാചീന സമൂഹമായ കെൽറ്റിക് വർഗക്കാരുടെ ഐതിഹ്യ സമാനമായ കഥകളുടെ ഒരു ശേഖരമാണ്. അതിനകത്ത് ഈ അയർലൻഡും സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഒക്കെ ഉൾപ്പെടും. രസകരമായ കഥകളാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കെൽറ്റിക് കഥയിലോട്ട് കിടക്കാം. ദേവന്മാർക്ക് കഷ്ടകാലമായി. അവരെ മനുഷ്യർ കീഴടക്കി. മനുഷ്യർ ദേവന്മാരുടെ മുമ്പിൽ തുച്ഛരാണ്. ദേവന്മാരോട് മനുഷ്യർ തോറ്റതേ കേട്ടിട്ടുള്ളൂ. പക്ഷേ മനുഷ്യരോട് ദേവന്മാർ തോറ്റ കഥയുണ്ട്. അതെങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐതിഹ്യപ്രകാരം ആദ്യത്തെ കെൽറ്റുകാർ ദേവതുല്യരായിരുന്നു. ഒരു ദേവൻ തന്നെയായിരുന്നു അവരുടെ പൂർവികൻ. അതോ ലോകത്തിൽ വാണിരുന്ന ദേവൻ എന്നൊരു വ്യത്യാസമുണ്ട്. ഇന്നത്തെ സ്പെയിനായിരുന്നു ആ അതോ ലോകമെന്ന് പറയപ്പെടുന്നു. ആ ലോകത്ത് ഏറ്റവും ഉയർന്ന ഒരു സൗധമുണ്ട്. ആ സൗധത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മനുഷ്യൻ നോക്കുന്നു. ഐദ് എന്നാണ് ആ യുവാവിൻ്റെ പേര്. മുന്നിൽ വിശാലമായ സമുദ്രം, നല്ല തെളിഞ്ഞ കാലാവസ്ഥ, പോരെങ്കിൽ ഐദിൻ്റെ കാഴ്ചശക്തിയും അപാരം. അങ്ങനെ നോക്കുമ്പോൾ ചക്രവാളത്തിൽ പൊട്ടുപോലെ കാണപ്പെട്ട ഒരു സ്ഥലം ശ്രദ്ധയിൽപ്പെട്ടു. ആ സ്ഥലം അയാൾ അന്നോളം കണ്ടിട്ടില്ല. അത് കണ്ടേ അടങ്ങുമെന്ന് അയാൾ നിശ്ചയിച്ചു. 90ഓളം അനുചരന്മാരെയും കൂട്ടി അവരുമായി കപ്പൽ കയറി. ഒടുവിൽ സ്ഥലത്തെത്തി. എന്നിട്ടവർ ആ കരയിൽ ഇറങ്ങി. ദേവന്മാരുടെ വാസസ്ഥാനമായിരുന്നു അത്. ഓഗ്മേയുടെ 3 പുത്രന്മാർക്കാണ് ഇപ്പോൾ രാജ്യാവകാശം. 3 പേർക്കുമായി രാജ്യം ഭാഗിച്ചെടുക്കണം. എത്ര ചർച്ച ചെയ്തിട്ടും തീരുമാനമുണ്ടാവുന്നില്ല. അപ്പോഴാണ് ഐദിൻ്റെ വരവ്. അവർ ഐദിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. ന്യായമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രം ഐദ് പറഞ്ഞു. അതേസമയം ആ രാജ്യം അയാൾക്ക് ഇഷ്ടമായി തോന്നുകയും ചെയ്തു. അവിടുത്തെ പ്രകൃതി ഭംഗി, ഫലപുഷ്ടി, ശീതോഷ്ണാവസ്ഥ അവയെല്ലാം അയാൾ പുകഴ്ത്തി പറഞ്ഞു. എത്ര പുകഴ്ത്തിയിട്ടും മതിയാകാത്തതുപോലെ. ദേവന്മാർക്ക് സംശയം തോന്നി. ഒരു പരദേശി ഇങ്ങനെ പുകഴ്ത്തിയാൽ അയാൾക്ക് എന്തോ താല്പര്യമുണ്ടെന്ന് വ്യക്തമല്ലേ? അവർ ഐദിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അയാളുടെ അനുചരന്മാർ സ്വദേശത്തേക്ക് മടങ്ങി. ഐദിൻ്റെ ഭാഗിനേയനാണ് മിലെ. അയാളുടെ രോഷാഗ്നി ആളിക്കത്തി. അമ്മാവനെ കൊന്നവരോട് പകവീട്ടണം. മിലെ 36 പ്രഭുക്കന്മാരെ വരുത്തി. ഓരോ പ്രഭുവും തൻ്റെ സേനയെ കൂട്ടി. എല്ലാവരും കപ്പൽ കയറി ദേവരാജ്യത്ത് വന്നിറങ്ങി. ദേവന്മാരുടെ ആസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു. വഴിയിൽ വെച്ച് ഐറിയു എന്ന ദേവിയെ കണ്ടുമുട്ടി. ദേവി ഭാവിഫലം പറഞ്ഞു. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശികളാണ്. ലോകത്തിലെ ഏറ്റവും മഹാത്മ്യമുള്ള ജനതയെന്ന് പ്രസിദ്ധിയും നേടും. മിലയുടെ മരുമകനാണ് സോൺ. കുറച്ചൊരു ധിക്കാരിയായ ആ യുവാവ് പറഞ്ഞു, ഹേ ദേവി, നിങ്ങളുടെ പ്രവചനം കൊണ്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ജയിക്കുന്നത് ഞങ്ങളുടെ മിടുക്കുകൊണ്ടാണ്. സോൺ, നീയും നിന്റെ സന്തതികളും വിജയത്തിൻ്റെ ഫലം അനുഭവിക്കില്ല. കാരണം നിനക്ക് ദീർഘായുസില്ല, ദേവി പറഞ്ഞു. ഐറിയു ദേവി അമർജൻ്റെ നേരെ തിരിഞ്ഞു. അമർജൻ ഒരു ഡ്രൂയിഡാണ്. ഒരു തരം പുരോഹിതരാണ് ഡ്രൂയിഡുകൾ. അവർക്ക് മന്ത്രവാദം വശമുണ്ട്. അത്ഭുത സിദ്ധികളുമുണ്ട്. ഏറ്റവും ശക്തിമാനായ ഡ്രൂയിഡാണ് അമർജിൻ. അമർജിൻ, ഈ നാടിന് എൻ്റെ പേരിടണം, ഐറിയു അപേക്ഷിച്ചു. അങ്ങനെ ചെയ്യാം, അമർജിൻ സമ്മതിച്ചു. നാടിന് അയർലൻഡ് എന്ന് പേരുണ്ടായി. അയർലൻഡ് എന്നതിൽ ഐറിയു എന്ന പേര് അടങ്ങിയിട്ടുണ്ടല്ലോ. മനുഷ്യർ ശക്തമായ ആക്രമണം നടത്തി. ദേവന്മാർ അവരെ ചെറുത്തു. ധർമ്മയുദ്ധത്തിൽ വിശ്വസിക്കുന്നവരാണ് ദേവന്മാരും മനുഷ്യരും. ദേവന്മാർക്ക് ഒരു പരാതിയുണ്ട്. മനുഷ്യർ മുന്നറിയിപ്പ് നൽകാത്തത് ശരിയായില്ല എന്ന്. തങ്ങൾ തെറ്റു ചെയ്തെന്ന് മനുഷ്യർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ദേവന്മാർ ഒരു പരിഹാരം നിർദ്ദേശിച്ചു.
മനുഷ്യർ ഈ ദേശത്തു നിന്ന് 3 ദിവസത്തേക്ക് ഒഴിഞ്ഞു മാറി നിൽക്കണം. തങ്ങൾ യുദ്ധം ചെയ്യണോ കീഴടങ്ങണോ അക്കാര്യം 3 ദിവസത്തിനകം നിശ്ചയിച്ച് അറിയിക്കണം. അത് കേട്ടപ്പോൾ മനുഷ്യർക്കൊരു സംശയം. ദേവന്മാർ വല്ല മന്ത്രവാദവും കാട്ടിക്കൂട്ടിയാലോ? വീണ്ടും കരയ്ക്കിറങ്ങാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വരും. ഇരുകൂട്ടരും തമ്മിൽ തർക്കമായി. തർക്കം ഒരു മധ്യസ്ഥന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കണം. അതായി ദേവന്മാരുടെ വാദം. അവർ തന്നെ മധ്യസ്ഥനെ നിശ്ചയിച്ചു. മനുഷ്യരുടെ പുരോഹിതൻ അമർജിൻ. ദേവന്മാർ മഹാമനസ്കത പ്രദർശിപ്പിച്ചില്ലേ? അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അമർജിൻ. മഹാനായ അഡ്രിയൂസ് പരിപൂർണമായ നിഷ്പക്ഷത പാലിച്ചു. മനുഷ്യസേന വീണ്ടും കപ്പലിൽ കയറി മാറി നിൽക്കണം. പിന്നീട് വേണമെങ്കിൽ കരയ്ക്കിറങ്ങാം. യുദ്ധത്തിൽ ജയിച്ചാൽ രാജ്യം സ്വന്തമാക്കാം. എന്നാലും തോറ്റവരോട് ന്യായമായി പെരുമാറണം. അതായിരുന്നു അമർജിൻ കൽപ്പിച്ച വിധി. ഈ തീരുമാനങ്ങൾ ഇരുപക്ഷത്തിനും സ്വീകാര്യമായി. മനുഷ്യസേന കപ്പൽ കയറി തെല്ലുദൂരം പോയി. പിന്നീട് തിരിച്ചു വന്ന് കരയ്ക്കിറങ്ങാൻ യത്നിച്ചു. അപ്പോൾ അവർക്ക് അനുഭവപ്പെട്ടു. ശക്തിയേറിയ കാറ്റ് എതിരെ വീശുന്നുണ്ട്. കപ്പലുകൾക്ക് കരയ്ക്കെടുക്കാൻ കഴിയുന്നില്ല. ആദ്യം സാധാരണ കാറ്റാണെന്ന് കരുതി. പിന്നീട് ഡോണിന് ഒരു സംശയമുണ്ടായി. ദേവന്മാരുടെ മായ ജനിപ്പിച്ച കാറ്റല്ലേ ഇത്? അതേയെന്ന് താമസിയാതെ തെളിഞ്ഞു. അമർജൻ ഒരു മന്ത്രം പ്രയോഗിച്ചു. അതോടെ എതിരെ വീശിയ കാറ്റടങ്ങി. അപ്പോൾ മാനന്നാൻ ദേവൻ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. കൊടുങ്കാറ്റ് സമുദ്രത്തിൽ വലിയ തിരമാലകൾ ഉയർത്തി. തിരമാലകൾ മനുഷ്യരുടെ കപ്പലുകളെ പന്താടി. ചില കപ്പലുകളൊക്കെ വെള്ളത്തിൽ താഴ്ന്നു. പല മനുഷ്യരും മുങ്ങി മരിച്ചു. അവരുടെ കൂട്ടത്തിൽ ഡോണും. അങ്ങനെ ഐറിയ ദേവിയുടെ പ്രവചനം ശരിയായി. വിജയത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഡോൺ ജീവിച്ചിരുന്നില്ല. ഒടുവിൽ മനുഷ്യൻ കരയ്ക്കിറങ്ങുക തന്നെ ചെയ്തു. ദേവന്മാർ ഉഷിരോടെ അവരെ ചെറുത്തുനിന്നു. സുദീർഘവും ഭയാനകവുമായ യുദ്ധമുണ്ടായി. തോൽവി പറ്റിയത് ദേവന്മാർക്കായിരുന്നു. ദേവന്മാർ അനേകം ദിക്കുകളിലായി പോയി ഒളിച്ചു. അവർ തരം കിട്ടുമ്പോഴൊക്കെ മനുഷ്യരുടെ വിളകൾ നശിപ്പിച്ചു. കന്നുകാലികളെ പിടിച്ചുകൊണ്ടുപോയി. മറ്റു പല വിധത്തിലും ഉപദ്രവങ്ങൾ ചെയ്തു. കുറേ കാലം അങ്ങനെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇരുകൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി. അതനുസരിച്ച് ദേവന്മാർ എന്നേക്കുമായി ഒഴിഞ്ഞു മാറി. തങ്ങൾ ദേവന്മാരെ ബഹുമാനിക്കാമെന്ന് മനുഷ്യർ സമ്മതിച്ചു. വേണ്ടതുപോലെ ബലി നൽകാമെന്ന്. എവിടെയാണ് ഇനിമേൽ ജീവിക്കുക? ദേവന്മാർ തലപുകഞ്ഞ് ആലോചിച്ചു. ആനന്ദ രാജ്യത്തിലേക്ക് പോകണമെന്ന് ഒരു കൂട്ടർക്ക് അഭിപ്രായമുണ്ട്. പടിഞ്ഞാറ് ദിക്കിൽ കടലിനപ്പുറം ആ രാജ്യം സ്ഥിതി ചെയ്യുന്നു. അതിമനോഹരമാണ് അവിടം. സഹിക്ക വയ്യാത്ത ചൂടോ തണുപ്പോ അവിടെയില്ല. അനേകം ദേവന്മാർ അവിടേക്ക് പോയി. കൂട്ടത്തിൽ മുനന്നാനും. ശേഷിച്ചവർക്ക് നാടുവിടാൻ മനസ്സില്ല. അവർ ഭൂമിക്കടിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അവിടെ ഗൃഹങ്ങൾ ചിലതൊക്കെ ഉണ്ട്. ഓരോ ഗൃഹവും ഓരോ കുന്നിൻ്റെ അടിയിലാണ്. ഓരോന്നിനും ഭംഗിയുള്ള പരിസരമുണ്ട്. ആഹാരത്തിന് യാതൊരു കുറവുമില്ല. മദ്യം ധാരാളമുണ്ട്. ഗാഡ്ഗയാണ് ഗൃഹങ്ങൾ വിതരണം ചെയ്തത്. ഓരോ ദേവനും സ്ഥിതി അനുസരിച്ച് ഗൃഹം കിട്ടി. ഗാഡ്ഗ മാത്രം 2 വീടുകൾ സ്വന്തമാക്കി. ഗാഡ്ഗയുടെ പുത്രനാണ് സ്നേഹദേവനായ ആൻഗസ്. വീടുകൾ വിതരണം ചെയ്ത സമയം ആൻഗസ് സ്ഥലത്തില്ലായിരുന്നു. മടങ്ങി വന്നപ്പോഴാണ് അറിവായത്. തനിക്ക് മാത്രം വീട് മാറ്റിവെച്ചിട്ടില്ല. എനിക്കൊരു വീട് കിട്ടിയേ തീരൂ. ആൻഗസ് പിതാവിനോട് ശാഠ്യം പിടിച്ചു. സകലതും കൊടുത്തുപോയല്ലോ, ഗാഡ്ഗ പറഞ്ഞ് കൈമലർത്തി. ആൻഗസിന്റെ മനസ്സിൽ ഒരു യുക്തി ഉദയം ചെയ്തു. ഒന്നും അറിയാത്ത മട്ടിൽ ആ യുവദേവൻ പറഞ്ഞു, അച്ഛൻ 2 ഗൃഹങ്ങൾ എടുത്തില്ലേ? ഒന്നിൽ ഞാൻ പകലും രാത്രിയും താമസിച്ചോളാം. അതിന് അനുവാദം തരണം. എനിക്ക് സമ്മതം തന്നെ. കാര്യമറിയാതെ ഗാഡ്ഗ പറഞ്ഞു. ആൻഗസ് ഒരു ഗൃഹത്തിലേക്ക് പോയി. ഒരു പകലും ഒരു രാത്രിയും കഴിഞ്ഞപ്പോഴോ ഗാഡ്ഗ പുത്രനെ ചെന്ന് കണ്ടു. ഇനി നിനക്ക് പോകാം, അദ്ദേഹം പറഞ്ഞു. അച്ഛാ, പകലും രാത്രിയും താമസിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അച്ഛൻ സമ്മതിച്ചതും അതുതന്നെ. അനന്തമായ കാലം എന്താണ്? പകലും രാത്രിയും കൂടിച്ചേർന്നത് തന്നെ. ആ സ്ഥിതിക്ക് സദാകാലവും എനിക്കിവിടെ താമസിക്കാം. ആൻഗസ് ശക്തിയോടെ വാദിച്ചു. അക്കാര്യം ഗാഡ്ഗയ്ക്ക് നിഷേധിക്കാനായില്ല. ഇനി എന്തു ചെയ്യണം? ആ ഗൃഹം പുത്രൻ എടുത്തോട്ടെ. ഇത്രയുമാണ് കഥ. ഓക്കേ, അപ്പോൾ നമ്മളൊരു ചെറിയൊരു കെൽറ്റിക് കഥയാണ് കേട്ടത്. ദേവന്മാരും മനുഷ്യരും ഒക്കെ തമ്മിൽ ഉള്ള യുദ്ധമൊക്കെ പറയുന്നുണ്ട്. ദേവന്മാർ ഇടയ്ക്കൊക്കെ ഒരു ചെകുത്താന്മാരായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവന്മാരിലും ഉണ്ട് ഈ തിന്മ പ്രവൃത്തികൾ. അതെല്ലാ
പുരാണങ്ങളിലൊക്കെ നമുക്കിങ്ങനെ കാണാം തിന്മകൾ, അല്ലേ? ഒന്നോർത്താൽ ഈ ദൈവങ്ങൾക്കൊക്കെ ഭൂമിയിൽ നന്മ വിതച്ചൂടെ? എന്തിനാണ് പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ? അപ്പോൾ പറയും മനുഷ്യരെ പരീക്ഷിക്കാനാണ്, അല്ലേ? എല്ലാത്തിനും ചില ചോദ്യവും ചില ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. വിശ്വാസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് ഭൂമിക്കടിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നത്, ഈ ഭൂമിക്കടിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു, അല്ലേ? ആരാണ്? ദേവന്മാർ. അപ്പോൾ അവിടെ ചില ഗൃഹങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഗൃഹവും ഓരോ കുന്നിൻ്റെ അടിയിലാണെന്നാണ് ഈ കഥയിൽ പറയുന്നത്. ഓരോന്നിനും ഭംഗിയുള്ള പരിസരമുണ്ട്, ആഹാരത്തിന് യാതൊരു കുറവുമില്ല, മദ്യം ധാരാളമുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ഗൃഹത്തെ അങ്ങ് വർണ്ണിക്കുകയാണ്, അല്ലേ? സുന്ദരമാക്കുകയാണ്, മോഹിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ പ്രപഞ്ചം ഇങ്ങനെ അത്ഭുതപ്പെടുത്താറുണ്ട്, അല്ലേ? നാസ അതിൽ വലിയൊരു ഗവേഷണമൊക്കെ നടത്തുന്നുണ്ട്. സ്പേസ് എന്ന് പറഞ്ഞത്, അല്ലേ, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് അതിവിശാലമായിട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതിനൊക്കെ സന്ദേശങ്ങളൊക്കെ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നൊക്കെ 10 മില്യൺ മൈലുകൾക്കപ്പുറം നിന്നൊക്കെ ഈ ഇടയ്ക്ക് ഒരു സിഗ്നൽ കിട്ടിയതൊക്കെ നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, അല്ലേ? ഒത്തിരി നൂതന മാർഗങ്ങൾ, ടെക്നോളജിയൊക്കെ അല്ലേ, ഓരോന്ന് മനസ്സിലാക്കാനും സന്ദേശങ്ങൾ അയക്കാനൊക്കെ നാസ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നായിരുന്നു. ഭൂമിയിലേക്ക് ഒരു ലേസർ ട്രാൻസ്മിഷൻ ലഭിക്കുകയുണ്ടായി. അതായത് ഭയങ്കര ഡീപ്പ് സ്പേസിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന്, അതായത് സ്പേസിൽ നിന്ന്, ഡീപ്പ് സ്പേസിൽ നിന്ന് നമ്മുടെ സ്പേസ് ഏജൻസിയായ നാസയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്നൊരു വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. 140 മില്യൺ മൈൽസ് അകലെ നിന്ന് നാസയുടെ 2023 അയച്ച ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, സൈക്കെ എന്ന് പറയുന്നത്. അത് ആസ്ട്രോയിഡ് സൈക്കെ 16 ലക്ഷ്യമാക്കി കുതിച്ച ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. അപ്പോൾ നാസ കഴിഞ്ഞ ഒക്ടോബറിൽ ഇതിനൊരു സ്പേസ് മിഷൻ, അതിൻ്റെ പേരാണ് സൈക്കെ. അത് ആസ്ട്രോയിഡ് സൈക്കെ 16 എന്ന് പറഞ്ഞ ആസ്ട്രോയിഡ് ലക്ഷ്യമാക്കി പുറപ്പെട്ട ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. അപ്പോൾ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്, അതായത് ഈ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ്. അവിടെയാണ് ഈ സൈക്കെ 16 സ്ഥിതി ചെയ്യുന്നത്. അത് ലക്ഷ്യമാക്കിയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് ഈ സൈക്കെ സ്പേസ് ക്രാഫ്റ്റ് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ചില ഡേറ്റകൾ, അതായത് ലേസർ കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള ചില ഡേറ്റകൾ ഇപ്പോൾ നാസയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. പരമ്പരാഗതപരമായി ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ലേസർ കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സൈക്കിളിൽ നിന്ന് ഇത് കണക്കുള്ള ചില ട്രാൻസ്മിഷൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, നാസയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്, ലേസർ ട്രാൻസ്മിഷൻ. അപ്പോൾ അതൊരു വഴിത്തിരിവാണ്, സാങ്കേതികപരമായതൊരു വഴിത്തിരിവാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രപഞ്ചം എന്ന് പറഞ്ഞ, അല്ലേ, ഒരു അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു ശാസ്ത്ര അവബോധം നൽകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സാങ്കേതിക വിദ്യയൊക്കെ വളരെയേറെ വികസിക്കുന്നു, ഒട്ടേറെ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യയിൽ. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചമൊക്കെ മനസ്സിലാക്കാനും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനും ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇനി ഏതെങ്കിലും ഗ്രഹത്തിൽ അന്യഗ്രഹ ജീവികളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഇത് വഴിതെളിക്കുമായിരിക്കും, അല്ലേ? നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ അധികം തീർപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.